ഹലോ ഗായ്സ്, എല്ലാവർക്കും അഭിജിത്ത് പ്രകാശ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഡേ 31 ഓഫ് ഹാർഡ് 70 ഡേ ചലഞ്ചാണ്. ഓക്കെ, ഇന്ന് ഡേ 31 ആണ്. നമ്മൾ ഹാർഡ് 70 ഡേ ചലഞ്ച് ലാസ്റ്റത്തെ 70 ഡേയ്സ് പ്രിലിംസിൻ്റെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പ്ലോട്ട് ചെയ്ത് പോവുകയാണ്. അതിൽ തന്നെ നമ്മൾ ഇന്നിപ്പോൾ 31 ദിവസത്തി, ഇനി ഏകദേശം 39-40 ദിവസം മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നിങ്ങളുടെ ടാർഗറ്റുകളൊക്കെ ഫിനിഷ് ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ഓൾറെഡി 2 ദിവസം ഇട്ടില്ലായിരുന്നു. പിന്നെ വേറെ എക്സ്ട്രാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാർഗറ്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇടാത്ത. അതായത് ഡേ 29 അതിനെ വീക്കെൻഡാണ്. നമുക്കൊരു ഹാഫ് ഡേ ബ്രേക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള സമയം മെയിനായിട്ടുള്ള പെൻഡിങ്ങും റിവിഷനും, അതാണ് സൺഡേയ്സ് നമ്മൾ ചെയ്യാറുള്ളത്. പിന്നെ ഇന്നലത്തെ ദിവസം നമുക്കറിയാം എക്സാം ആയിരുന്നു. അതിൻ്റെ ഉള്ള ക്വസ്റ്റ്യൻ എല്ലാ കാര്യങ്ങളും ഞാൻ എല്ലാം ടെലഗ്രാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോയി. പിന്നെ അതിൻ്റെ അനാലിസിസും അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇന്നത്തെയാണ് ബാക്കി രണ്ടാമത്തെ പാർട്ട്. എൻവയോൺമെൻറ്റ് നമ്മൾ സെക്കൻഡ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ആക്റ്റുകളും പോളിസീസും പിന്നെ അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്താണ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഐഡിയ എന്താണ്, അതുപോലെ തന്നെ എനർജി എന്താണ്. എനർജി എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ന്യൂക്ലിയർ എനർജിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഒന്ന്. കാരണം PYQ കൂടുതൽ ഇവിടെയാണ് വന്നിട്ടുള്ളത്. ഇന്ത്യയുടെ ന്യൂക്ലിയർ പോളിസി എങ്ങനെയാണ്, ഇന്ത്യയുടെ 3 സ്റ്റെപ്പ് ന്യൂക്ലിയർ പോളിസി എങ്ങനെയാണ്, അപ്പോൾ അങ്ങനെയുള്ള ന്യൂക്ലിയർ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നോക്കുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറെ ടോപ്പിക് പൊല്യൂഷൻ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ അടുത്ത് കറണ്ട് അഫയേഴ്സ്, ജാനുവരിയിലെ കറണ്ട് അഫയേഴ്സ് കണ്ടിന്യൂ ചെയ്യുക. 60 മുതൽ 90 പേജ് വരെയുള്ള കറണ്ട് അഫെയർ. പിന്നെ MCQ ആപ്റ്റിറ്റ്യൂഡ്, അത് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണം. PYQ സോൾവ് ചെയ്ത് ആപ്റ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. എങ്ങനെയാണ് അതിൽ ഓപ്ഷൻസ് കൊടുക്കുന്നത്, ആ ട്രെൻഡ് മനസ്സിലാക്കുക. അതാണ് MCQ ആപ്റ്റിറ്റ്യൂഡ്. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് CSAT. CSATൻ്റെ ആണെങ്കിൽ നമുക്ക് ലോജിക്കൽ റീസണിങ് ആണ്. ലോജിക്കൽ റീസണിങ്, സിലോഗിസം, വെൻ ഡയഗ്രാം, ഇനീക്വാലിറ്റി, അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഇത് അത്ര സമയം എടുക്കില്ല, എന്നാലും ആവശ്യത്തിന് സമയം കൊടുത്ത് ചെയ്യുക. പിന്നെ അതിൻ്റെ കൂടെ RC ആഡ് ചെയ്യുക, റീഡിങ് കോംപ്രഹെൻഷനും കൂടെ ആഡ് ചെയ്ത് പോവുക. അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നല്ല മാസ്റ്റർ കിട്ടും. അപ്പോൾ CSAT അതുമായി. ഓക്കെ, അപ്പോൾ എക്സാം എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ എഴുതുക. ഈ RCയുടെ സെഷൻ അതിൽ കുറച്ചുകൂടെ PYQ ഫോക്കസ് കൊടുക്കുക. കാരണം PYQയിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആൻസറിനെ ഫ്രെയിം ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ അതിലുള്ള ടൈപ്സും കൂടെ മനസ്സിലാക്കുക. ഇൻ്റർഫറൻസ് എന്താണ്, കൊറോളറി എന്താണ്, അങ്ങനെ ഓരോ ടൈപ്പ് മനസ്സിലാക്കി അതിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്താൽ കറക്റ്റായിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇതിൽ മെയിനായിട്ട് നോക്കാനുള്ള. പിന്നെ നമുക്കിനി അത് കഴിഞ്ഞിട്ട് ഒരു വിഷയം സയൻസ് ആൻഡ് ടെക് എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റും കൂടെ വരും. സയൻസ് ആൻഡ് ടെക് കൂടെ കഴിയുമ്പോൾ നമ്മൾ ഏകദേശം സിലബസ് കംപ്ലീറ്റ് ആവും. അതിന് നമുക്ക് FLT ഫുൾ ലെങ്ത് ടെസ്റ്റിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്കുള്ള പെൻഡിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. ബാക്ക്ലോഗുകളൊക്കെ ഉണ്ടെങ്കിൽ തീർക്കുക. റിവിഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് എടുത്തേക്കുക. കാരണം നമുക്ക് ഒരു ടെസ്റ്റ് എഴുതുമ്പോൾ നമുക്ക് മെയിൻ ടോപ്പിക് എല്ലാം ഓർമ്മ വേണം. എന്നാൽ മാത്രമേ നമുക്ക് MCQയിൽ ഒരു കോൺഫിഡൻസ് കൊണ്ടുവരാൻ പറ്റൂ. ഓക്കെ, ആ കോൺഫിഡൻസ് കൊണ്ടുവന്നാൽ തന്നെ 80% ഓഫ് ദ ഗെയിം ഡണ്ണാണ്. പിന്നെ ആ 20% ഗ്യാപ്പാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ MCQ ആപ്റ്റിറ്റ്യൂഡ് കറക്റ്റായിട്ട് നമ്മൾ MCQനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നത് പോലെ ഇരിക്കും. ഓക്കെ, നമ്മൾ പഠിക്കുമ്പോൾ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഗ്യാപ്പ് കുറച്ചുകൂടെ എന്ത് ചെയ്യും, കുറഞ്ഞു കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ഈ വീഡിയോയിൽ പറയാനുള്ളൂ. നമ്മൾ 3 ദിവസത്തെ ടാർഗറ്റാണ് നമ്മൾ മെയിനായിട്ട് നോക്കിയത്. 29, 30 ഞാൻ ഇടാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞുള്ളൂ. പക്ഷേ ഇന്നത്തെ 31 ദിവസത്തെ ടാർഗറ്റാണ് നമ്മൾ മെയിനായിട്ട് നോക്കിയത്. ഓക്കെ, ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ ഷുവറായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഈ ഒരു സീരീസ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ബാക്കി പിന്നെ നോട്ട്സും കാര്യങ്ങളൊക്കെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആണ്. നിങ്ങൾ കാണാത്തവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതെടുത്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.